നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് THDC ഇന്ത്യ ലിമിറ്റഡ്. ഇത് ശരിക്കും മിനിരത്ന ഗവൺമെൻറ് PSUs ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. ഇത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയർ, എക്സ്പീരിയൻസ്ഡ് ആണ്. അവിടെ 1 year എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഇൻ ഡിഫറൻറ്റ് ഡിസിപ്ലിൻസ് E2 ഗ്രേഡിലേക്കാണ് വരുന്നത്. റെഗുലർ ബേസിസ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ THD കമ്പനി പ്രൊഫൈലിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ലിമിറ്റഡ് ലീഡിംഗ് പവർ സെക്ടർ ആൻഡ് പ്രോഫിറ്റ് മേക്കിംഗ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് മിനിരത്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞു വന്ന 2010 ഈ പറഞ്ഞു വന്ന ഷെഡ്യൂൾ PSUs ഇൻ ജൂലൈ 10 അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ആ THDയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. THDCL ഇൻവേറ്റ്സ് ആപ്ലിക്കേഷൻ ഓൾ ബേസ് ഓഫ് bright, dedicated, result-oriented, energetic, dynamic candidates with a good academic records and experience. അവിടെ നിന്നാണ് നമ്മൾ ആൾക്കാരെ എടുക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ഓഫ് ദി പോസ്റ്റ് അവിടെ മെയിനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് E2 ഗ്രേഡിൽ വന്നേക്കുന്നത് 30 പോസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് പല ബൈഫർക്കേഷൻ വരുന്നുണ്ട്, ജനറൽ വരുന്നുണ്ട്, ഈ പറഞ്ഞ ഇതെല്ലാം. ഇലക്ട്രിക്കലിൽ E2 ഗ്രേഡിൽ 25 ആണ്, മെക്കാനിക്കലിൽ 20 ആണ്. അതേപോലെ ജിയോളജി ആൻഡ് എൻവയറമെൻറ്റിൽ വരുന്നുണ്ട്, മൈനിങ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, ഫൈനാൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള വിൻഡ് പവർ പ്രോജക്റ്റിലും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് PWD കാറ്റഗറിയൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, മിനിമം 1 year എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കേഡർ, മിനിമം 10 MW കപ്പാസിറ്റി ഹൈഡ്രോ പവർ പ്ലാന്റ് ഓർ സൂപ്പർ ക്രിട്ടിക്കൽ തെർമോ പവർ പ്ലാന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തവർക്കാണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്. ഇലക്ട്രിക്കലിലും അതുപോലെ തന്നെ 100 MW കപ്പാസിറ്റി ഹൈഡ്രോ പവർ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തവർക്കാണ് ഈ പറഞ്ഞു വന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. മെക്കാനിക്കലിൽ വന്നിട്ടുണ്ട്, ജിയോളജി വന്നിട്ടുണ്ട്. ക്ലിയർ ആകുന്നുണ്ട്, ഓരോന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ. മൈനിങ്ങിൽ നമ്മൾ നോക്കിയാൽ ഡിഗ്രി മൈനിങ് 60% മാർക്കാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വിൻഡ് പവറിൽ പറഞ്ഞായിരുന്നു. അപ്പം BE BTech BSCക്കാർക്കും അപ്ലൈ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അപ്രോപ്രിയേറ്റ് 60% മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കൺസെഷൻ റിലാക്സേഷനൊക്കെ പറയുകയാണെങ്കിൽ 50% മാർക്ക് മതിയാവും അൺറിസേർവ്ഡിന്, 40% മാർക്ക് എക്സ് സർവീസ്മെൻറ്റിന്, പേഴ്സണൽ ഇൻറ്റു 100% വെയിറ്റേജാണ്. പിന്നെ ഈ പറഞ്ഞു വന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 കൂടുതലാണ്. എക്സാംസും ഉണ്ടാവും, 150 മിനിറ്റ്സ് 2.5 മണിക്കൂർ എക്സാം ഉണ്ടാവും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. അവിടെ മൾട്ടിപ്പിൾ ജനറൽ അവയർനെസ് ഉണ്ട് 15 മാർക്കിന്, റീസണിങ് 15 മാർക്കിനുണ്ട്, 120 മാർക്കിന് നമ്മുടെ അവരവരുടെ ഡിസിപ്ലിനിലുള്ള പോർഷൻസ് ഉണ്ട്. ഈച്ച് വൺ ക്യാരി 1 മാർക്ക്, കറക്റ്റ് ആൻസർ മൾട്ടിപ്പിൾ 1 മാർക്ക് ഷാൽ ബി അവോയ്ഡഡ്, 0.5 നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ അല്ലേ? അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 50% മാർക്ക് എക്സ് സർവീസ്മെൻ എല്ലാം പറയുന്നത് 40% ആണ് ക്വാളിഫയിങ് മാർക്ക് നമ്മൾ പറയുന്നത്. ടെസ്റ്റ് സെൻറ്റേഴ്സ് പറയുകയാണെങ്കിൽ ഡൽഹി, നോയിഡ, ഡെറാഡൂൺ, ലക്നൗ ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. ചണ്ഡീഗർക്കും ഉണ്ട്. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എൻഗേജ്മെൻറ്റ് ഓഫ് സ്ക്രൈബ്സ് അതൊന്നും വേണ്ട. പ്ലേസ്മെൻറ്റ് സെലക്ടഡ് കാൻഡിഡേറ്റ് ആർ ലൈബിൾ ടു ബി പോസ്റ്റഡ് ട്രാൻസ്ഫർ ടു എനി പ്രൊജക്ട് സ്റ്റേഷൻ ഓഫീസേഴ്സ് ഇൻ JV ഓഫ് ദി THDCL. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.